നമസ്കാരം, ശുഭദിനം. ഞാൻ ശങ്കർ ഹിമഗിരി. കൗമുദി ടി വി ന്യൂസ് ട്രാക്ക് പ്രസന്റഡ് ബൈ ദുബായ് ഗോൾഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഏറ്റവും ഹൃദയവും ഏറ്റവും വിനയപൂർവ്വകവുമായ സ്വാഗതം. നേരെ തലക്കെട്ടുകളിലേക്ക് പോകാം. എന്തെല്ലാം വാർത്താ ശീർഷകങ്ങൾ ഈ പ്രഭാതത്തിൽ. പഴയ നോട്ടുമാറൽ ജില്ലാ സഹകരണ ബാങ്കുകൾക്ക് 1 മാസം കൂടി എന്ന് കേന്ദ്ര വിജ്ഞാപനം ആണ്. പ്രതിപക്ഷ നിരയിൽ നിന്ന് JDU പിന്മാറി. പിന്തുണ കോവിന്ദിന്. ഉലഞ്ഞ പ്രതിപക്ഷം. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്ത. ഇനി മാതൃഭൂമിയിൽ ക്വാറികൾക്ക് ഇളവ് എന്ന പ്രധാന ശീർഷകം. ഇന്നലെ മന്ത്രിസഭാ യോഗത്തിലെടുത്ത ഒരു തീരുമാനം ആണ്. ഇനി പുതുവൈപ്പ് IOC പ്ലാന്റ് പരിശോധനയ്ക്ക് സമിതി. പദ്ധതി ഉപേക്ഷിക്കില്ല എന്ന് മുഖ്യമന്ത്രി. മാധ്യമത്തിൽ രാംനാഥ് കോവിന്ദ് രാഷ്ട്രപതി ആകും. നിതീഷ് കളം മാറി. 62.8% വോട്ട് NDA സ്ഥാനാർത്ഥി രാംനാഥ് കോവിന്ദ് ഉറപ്പിച്ചു എന്ന മാധ്യമം. പുതുവൈപ്പ് പദ്ധതി ഉപേക്ഷിക്കില്ല എന്ന് മുഖ്യമന്ത്രി. മംഗളത്തിൻ്റെ പ്രധാന തലക്കെട്ടാണിത്. പ്രതിപക്ഷത്ത് വിള്ളൽ എന്ന രാഷ്ട്രപതി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ദീപികയുടെ പ്രധാന ശീർഷകം. ഇനി ഇംഗ്ലീഷ് ദിനപത്രങ്ങളുടെ ഹെഡ്ലൈൻസ്. ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ ടാറ്റ പ്ലാൻസ് ടേക്ക് ഓഫ് വിത്ത് ഡെപ്റ്റ് ലോഡഡ് എയർ ഇന്ത്യ. എയർ ഇന്ത്യയെ ടാറ്റ ഏറ്റെടുക്കും എന്നുള്ള വാർത്തകൾക്ക് ശക്തി ഏറുന്നു. ഡെപ്റ്റ് ലോഡഡ് എന്ന് പറയുന്നത് ഏകദേശം 55,000 കോടി രൂപയുടെ കടബാധ്യതയിലാണിപ്പോൾ എയർ ഇന്ത്യ. ഈ കടബാധ്യതയോടുകൂടി ടാറ്റ എയർ ഇന്ത്യയെ ഏറ്റെടുക്കും എന്നാണ് ശ്രുതി. ഫേംസ് സ്ലോ ഡൗൺ സർപ്രൈസ് അഹെഡ് ഓഫ് GST സ്വിച്ച് ഓവർ എന്ന ദ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ശീർഷകം. നിതീഷ് ബാക്സ് കോവിന്ദ് RJD അൺഹാപ്പി എന്ന ദ ഹിന്ദുവിൻ്റെ പ്രധാന ഹെഡ്ലൈൻ. നമുക്ക് വിശദാംശങ്ങളിലേക്ക് പോകാം. കേരള കൗമുദിയിൽ നിന്ന് തുടങ്ങാം. പഴയ നോട്ടുകൾ മാറൽ ജില്ലാ സഹകരണ ബാങ്കുകൾക്ക് 1 മാസം കൂടി അനുവദിച്ചിരിക്കുന്നു. ഇത് കഴിഞ്ഞ വർഷം നവംബർ 8 ആണ് നോട്ട് അസാധുവാക്കൽ തീരുമാനം അപ്രതീക്ഷിതമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് എന്ന് നമുക്ക് അറിയാം. അതിനുശേഷം അതിൻ്റെ പിറ്റേന്ന് ബാങ്കുകൾക്ക് അവധി ദിവസം പ്രഖ്യാപിച്ചിരുന്നു. അതിൻ്റെ പിറ്റേന്ന്, അതായത് നവംബർ 10 മുതൽ 14 വരെ ഉള്ള ദിവസങ്ങളിൽ സഹകരണ ബാങ്കുകളിൽ നിക്ഷേപിക്കപ്പെട്ട 8,000 കോടി രൂപ മാറാൻ ഉള്ള അവസരമാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഈ അന്നത്തെ അസാധു നോട്ടുകൾ റിസർവ് ബാങ്കിൽ നിക്ഷേപിക്കാൻ ആണ് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത്. തുല്യ തുകയ്ക്കുള്ള പുതിയ നോട്ടുകൾ ഈ സഹകരണ ബാങ്കുകളുടെ അക്കൗണ്ടിൽ റിസർവ് ബാങ്ക് നിക്ഷേപിക്കും. പോസ്റ്റ് ഓഫീസുകൾക്കും ഈ ആനുകൂല്യം നൽകിയിട്ടുണ്ട്. പോസ്റ്റ് ഓഫീസുകളിൽ നിക്ഷേപിക്കപ്പെട്ട ഡിസംബർ 30 വരെ നിക്ഷേപിക്കപ്പെട്ട ഈ പഴയ അസാധു നോട്ടുകൾ മാറ്റി എടുക്കുന്നതിനാണ് ഈ അവസരം ഒരുങ്ങിയിരിക്കുന്നത്. അതേസമയം ഇത് കേരളത്തിന് ബാധകമാകില്ല എന്ന വാർത്ത പ്രത്യേകം കുറിപ്പായി കേരള കൗമുദി നൽകിയിട്ടുണ്ട്. കാരണം കേരളത്തിലെ ജില്ലാ സഹകരണ ബാങ്കുകളുടെ കൈവശമുണ്ടായിരുന്ന പഴയ അസാധു നോട്ടുകൾ മാറ്റിയെടുക്കാൻ സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം നേരത്തെ അവസരം ഉണ്ടായിരുന്നു. ഇത് ബാങ്കുകൾ അന്ന് നൽകിയ ഒരു ഹർജിയിൽ ആയിരുന്നു സുപ്രീം കോടതിയുടെ ആ ഉത്തരവ്. അതനുസരിച്ച് നേരത്തെ തന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറും ജില്ലാ സഹകരണ ബാങ്കുകളുടെ കൈവശമുള്ള അസാധു നോട്ടുകൾ മാറ്റി നൽകിയിരുന്നു. അതിൻ്റെ എല്ലാ വിശദാംശങ്ങളും നൽകിയിട്ടുണ്ട്. കൗതുകമുണർത്തുന്ന ഒരു ചിത്രം നൽകിയിട്ടുള്ളത് ഇന്നലെ അന്താരാഷ്ട്ര യോഗ ദിനമായിരുന്നു. യോഗ ദിനാചരണത്തോടനുബന്ധിച്ച് ലക്നൌവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത പരിപാടിയിൽ നിന്നുള്ള യോഗാഭ്യാസ പ്രകടനം. യോഗ സമസ്ത സുഖിനോ ഭവന്തു എന്ന അടിക്കുറിപ്പോടുകൂടി നൽകിയിട്ടുണ്ട്. മറ്റൊരു പ്രധാന വർത്തമാനം മുഹമ്മദ് ബിൻ സൽമാൻ സൗദി കിരീടാവകാശി എന്നതാണ്. ഇത് സൗദി ഭരണാധികാരി ആയ സൽമാൻ രാജാവിൻ്റെ മകനും നിലവിൽ പ്രതിരോധ മന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാനെ പുതിയ കിരീടാവകാശി ആയി പ്രഖ്യാപിച്ചിരിക്കുന്നു സൗദി രാജാവ്. അദ്ദേഹത്തിന് 31 വയസ്സുണ്ട്. നിലവിൽ കിരീട അവകാശി ആയ മുഹമ്മദ് ബിൻ നായിഫിനെ തലസ്ഥാനത്ത് നിന്ന് നീക്കിയാണ് പുതിയ കിരീട അവകാശിയെ സൗദി രാജകുടുംബം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൻ്റെ എല്ലാ ദിനപത്രങ്ങളും ഇത് വളരെ പ്രാധാന്യത്തോടെ തന്നെ നൽകിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞ ദിവസം മെക്കയിൽ ചേർന്ന കുടുംബാംഗങ്ങളുടെ സമിതി, ഈ കിരീടാവകാശിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള സമിതിയിൽ പങ്കെടുത്ത 34 അംഗങ്ങളിൽ 31 പേരും പുതിയ തീരുമാനത്തെ അനുകൂലിച്ചു. നിലവിൽ പ്രതിരോധ മന്ത്രി ആയ മുഹമ്മദ് ബിൻ സൽമാൻ ആ പദവി കൂടി വഹിക്കും. ഇപ്പോൾ പുറത്താക്കപ്പെട്ട മുഹമ്മദ് ബിൻ നായിഫ് നേരത്തെ ആഭ്യന്തര മന്ത്രി ആയിരുന്നു. അദ്ദേഹത്തെ ആഭ്യന്തര മന്ത്രി പദവിയിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട് എന്ന വാർത്തയും കേരള കൗമുദി നൽകുന്നു. ആശങ്ക മാറ്റും എന്ന മുഖ്യമന്ത്രി. ഇത് പുതുവൈപ്പ് IOC ടെർമിനൽ സമരവുമായി ബന്ധപ്പെട്ട വാർത്ത. ഇന്നലെ ആയിരുന്നു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവിടെ പുതുവൈപ്പിലെ സമരസമിതി നേതാക്കളും IOC പ്രതിനിധികളും ജനപ്രതിനിധികളുമായുള്ള സമവായ ചർച്ച.
ഈ സമവായ ചർച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി നടത്തിയ മാധ്യമ സമ്മേളനത്തിൻ്റെ റിപ്പോർട്ടാണ് IOC ടെർമിനൽ പ്ലാന്റ് പദ്ധതി ഉപേക്ഷിക്കാൻ കഴിയുകയില്ല. ഇതൊരു സംസ്ഥാന പദ്ധതിയല്ല, ദേശീയ തലത്തിൽ തന്നെ വലിയ പ്രാധാന്യമുള്ള പദ്ധതിയാണ്. ഈ പദ്ധതി പൂർണ്ണമായും ഉപേക്ഷിക്കാൻ സംസ്ഥാന സർക്കാർ ഒരുക്കമല്ല. അതേസമയം ഇത് സംബന്ധിച്ച് ജനങ്ങൾക്കുള്ള ആശങ്കകൾ പരിഹരിക്കാൻ ഉള്ള വഴി തേടും. ഈ നിർദ്ദിഷ്ട പ്ലാന്റ് നിർമ്മാണത്തിലിരിക്കുന്ന IOC സംഭരണ ടാങ്ക് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പരിസ്ഥിതി വ്യവസ്ഥകൾ ലംഘിക്കുന്നതാണോ എന്ന് പരിശോധിക്കും. ഈ ആവശ്യത്തിന് ഇത് പരിഗണിച്ച് ശാസ്ത്രജ്ഞർ അടങ്ങിയ വിദഗ്ധ സമിതിയെ നിയോഗിക്കും. സമിതിയുടെ റിപ്പോർട്ട് വളരെ വേഗത്തിൽ തന്നെ ലഭ്യമാക്കും. ഈ റിപ്പോർട്ട് വരുന്നതുവരെ നിർമ്മാണ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ IOCയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇന്നലെ ഈ യോഗത്തിൽ പങ്കെടുത്ത IOC പ്രതിനിധികൾ അത് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇത് ഇപ്പോഴത്തെ സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ പ്രക്ഷോഭങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ പ്ലാന്റ് നിർമ്മാണം നിർത്തിവെക്കാൻ തയ്യാറായാൽ വികസനത്തിന് തുരങ്കം വയ്ക്കുന്നവർക്ക് അത് ഊർജം പകരുന്ന നടപടി ആകും. ഈ സർക്കാർ വികസന വിരുദ്ധ സർക്കാരല്ല. അതേസമയം ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുകയും ചെയ്യും എന്ന് മുഖ്യമന്ത്രി. CBSE പരീക്ഷകൾ ഫെബ്രുവരിയിൽ ആക്കും എന്ന ഒരു വാർത്തയും ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട് കേരള കൗമുദി. ഇത് CBSEയുടെ 10ാം ക്ലാസ്സിലെയും പത്താം ക്ലാസ് പ്ലസ് ടു പൊതു പരീക്ഷകൾ ഫെബ്രുവരി 15 മുതൽ മാർച്ച് 15 വരെ നേരത്തെ ആക്കാൻ ഉള്ള ഒരു നീക്കത്തിലേക്ക് CBSE കടക്കുന്നു. ഇത് സംബന്ധിച്ചുള്ള സൂചനകൾ CBSEയുടെ ചെയർമാൻ RK ചൗധരി നൽകുന്നു. അതായത് നിലവിൽ ഇതിന് ശേഷം ഇതും കഴിഞ്ഞൊരു മാസത്തോളം കഴിഞ്ഞാണ് CBSEയുടെ പരീക്ഷകൾ ആരംഭിക്കുന്നത്. ഇത് വൈകി മൂല്യനിർണ്ണയം നടത്തി വൈകി ഫലം പ്രഖ്യാപിക്കുന്നത് കൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ബിരുദ പ്രവേശനത്തിനും മറ്റും പല തടസ്സങ്ങളും നിലവിൽ നേരിടുന്നുണ്ട്. എന്ന് മാത്രമല്ല മൂല്യനിർണ്ണയം കൂടുതൽ കാര്യക്ഷമം ആക്കുന്നതിനും ഈ നേരത്തെ പരീക്ഷകൾ നടത്തുന്നത് കൊണ്ട് കഴിയും എന്ന് CBSE അധികൃതർ പറയുന്നു. ഒപ്പം മറ്റൊരു കുറിപ്പ് കൂടി, പിഴവുകൾ കണ്ടെത്താൻ സമിതി. മൂല്യനിർണ്ണയത്തിലെ പിഴവുകൾ കണ്ടെത്താൻ പ്രത്യേക സമിതിയെ നിയോഗിക്കാൻ കൂടി CBSE തീരുമാനിച്ച വിവരമാണ്. ഇനി നമുക്ക് ഉൾപേജിൽ നിന്ന് ഒരു പ്രധാന വർത്തമാനം കൂടി നോക്കാം. മന്ത്രിസഭാ യോഗത്തിൽ തർക്കം കോവളം കൊട്ടാരം കൈമാറ്റം സംബന്ധിച്ചാണ്. കോവളം കൊട്ടാരവും അതിൻ്റെ അനുബന്ധ സ്ഥലങ്ങളും ചേർന്ന 63 ഏക്കർ സ്ഥലം സ്വകാര്യ ഗ്രൂപ്പായ RK ഗ്രൂപ്പിന് കൈമാറുന്നത് സംബന്ധിച്ച് ഇന്നലത്തെ മന്ത്രിസഭാ യോഗത്തിൽ CPM CPI മന്ത്രിമാർ തമ്മിൽ ഈ കൈമാറ്റം സംബന്ധിച്ച രൂക്ഷമായ അഭിപ്രായ തർക്കം. ഇതേ തുടർന്ന് ഇന്നലെ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കാതിരുന്ന നിയമമന്ത്രി AK ബാലന്റെ സാന്നിധ്യത്തിൽ ഈ വിഷയം വീണ്ടും ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞ് ഈ വിഷയം മാറ്റിവെക്കുക ആയിരുന്നു. അതേസമയം അതായത് ഈ ഭൂമി 63 ഏക്കർ ഭൂമി സ്വകാര്യ ഗ്രൂപ്പിന് കൈമാറാനുള്ള നിർദ്ദേശം ടൂറിസം വകുപ്പാണ് ഈ അജണ്ടയിൽ മുന്നോട്ട് വെച്ചത്. ഇതിനെ എതിർക്കുക ആയിരുന്നു CPIയുടെ റവന്യൂ മന്ത്രി, റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന CPI. ഇതേ തുടർന്നാണ് രൂക്ഷമായ തർക്കം ഉണ്ടായത്. എന്തായാലും വിഷയം പിന്നീടത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നു. നമുക്ക് മലയാള മനോരമയിൽ നിന്നുള്ള ചില വാർത്തകൾ കൂടി നോക്കാം. ഉലഞ്ഞ പ്രതിപക്ഷം എന്ന രാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. പ്രതിപക്ഷ നിരയിൽ നിന്ന് JDU പിന്മാറി, പിന്തുണ കോവിന്ദിന്. പ്രതിപക്ഷ കക്ഷികളിൽ ഒരു പ്രധാന കക്ഷിയായ JDU രാംനാഥ് കോവിന്ദിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു. NDA സ്ഥാനാർത്ഥി രാംനാഥ് കോവിന്ദിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇത് പ്രത്യേകിച്ച് ഇന്ന് സ്ഥാനാർത്ഥിയെ രാംനാഥ് കോവിന്ദിന് ബദലായി അല്ലെങ്കിൽ എതിരാളിയായി ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തുന്നതിന് വേണ്ടി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷ കക്ഷികൾ ഇന്ന് ഡൽഹിയിൽ നിർണായക യോഗം ചേരാനിരിക്കെ അതിന് തൊട്ട് മുൻപ് ആണ് ഇന്നലെ നാടകീയമായി JDU നേതാവ് നിതീഷ് കുമാർ അദ്ദേഹം ഈ പ്രഖ്യാപനം നടത്തിയത്. കോവിന്ദിന് പിന്തുണ പ്രഖ്യാപിക്കുന്നതായി അറിയിച്ചിരിക്കുന്നു. അതേസമയം NCP, CPM, CPI, തൃണമൂൽ കോൺഗ്രസ്, അതുപോലെ DMK തുടങ്ങിയ കക്ഷികൾ ഒക്കെ ഇപ്പോഴും എതിർ സ്ഥാനാർത്ഥി വേണം എന്നുള്ള നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. എന്തായാലും ഇന്ന് നിർണായക യോഗം ചേരുന്നുണ്ട്. മത്സരം പ്രതീകാത്മകം ആയേക്കും എന്നൊരു സൂചനയും മനോരമ ഇത് സംബന്ധിച്ച് നൽകിയിട്ടുണ്ട്. മുഹമ്മദ് ബിൻ സൽമാൻ സൗദി കിരീടാവകാശി എന്ന വാർത്ത മനോരമയും വളരെ പ്രാധാന്യത്തോടെ തന്നെ നൽകിയിരിക്കുന്നു. മറ്റൊന്ന് പനി, സർവകക്ഷി യോഗം നാളെ എന്നതാണ്. പനി ഒരു വിരാമവും ഇല്ലാതെ തുടരുകയാണ് സംസ്ഥാനത്ത്. ഇന്നലെ മാത്രം 11 പേർ വിവിധ ഇനം പനികൾ ബാധിച്ച് സംസ്ഥാനത്ത് മരിച്ചതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. ഇന്നലെ പ്രത്യേക യോഗം ചേർന്ന് ഇത് സംബന്ധിച്ചുള്ള ചില തീരുമാനങ്ങൾ സർക്കാർ എടുത്തിരുന്നു. പിന്നീട് മുഖ്യമന്ത്രി അത് മാധ്യമ പ്രവർത്തകരോട് വിശദീകരിച്ചു. ഈ പനി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി നാളെ സർവകക്ഷി യോഗം ചേരുകയാണ്. നാളെ തന്നെ ജില്ലാതലത്തിലുള്ള ഓരോ ജില്ലയിലെയും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൻ്റെ ചുമതല ഓരോ മന്ത്രിക്ക് നൽകിയിട്ടുണ്ട്.
ഈ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ നാളെ ജില്ലാതല അവലോകന യോഗങ്ങൾ നടക്കും. ഒപ്പം തിരുവനന്തപുരത്ത് സർവകക്ഷി യോഗവും നടക്കും. ചില പ്രധാന തീരുമാനങ്ങൾ 27, 28, 29 എന്നീ തീയതികളിൽ സംസ്ഥാന വ്യാപകമായി എല്ലാ വാർഡുകളിലും സംയുക്ത ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കും. കൂടുതൽ ഡോക്ടർമാരെ നിയമിക്കും. അതായത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഒരു ഡോക്ടറെയും ഒരു പാരാമെഡിക്കൽ ജീവനക്കാരനെയും നിയോഗിക്കും. സാമൂഹ്യ ആരോഗ്യ കേന്ദ്രങ്ങളിൽ 2 ഡോക്ടറെയും 2 പാരാമെഡിക്കൽ ജീവനക്കാരെയും നിയമിക്കാനുള്ള താൽക്കാലിക അധികാരവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ആശുപത്രികളിൽ നിലവിൽ അടഞ്ഞുകിടക്കുന്ന മുറികൾ വൃത്തിയാക്കി പനി ബാധിതരെ അവിടെ കിടത്തി ചികിത്സിക്കും. ഈ സർക്കാർ ആശുപത്രികളിൽ എല്ലാം കൂടുതൽ രോഗനിർണയത്തിനും ചികിത്സയ്ക്കുമുള്ള കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കും. രോഗികൾക്ക് കൊതുക് വല വിതരണം ചെയ്യും. ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കും. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ ഡോക്ടർമാർക്ക് പ്രത്യേക പരിശീലനം നൽകും തുടങ്ങിയ വിശദാംശങ്ങളും മനോരമ നൽകിയിട്ടുണ്ട്. ഇന്നലെ മുഖ്യമന്ത്രി നടത്തിയ മാധ്യമ സമ്മേളനത്തിൻ്റെ റിപ്പോർട്ടാണ്. ഒപ്പം സംസ്ഥാനത്ത് 11 പനിമരണം കൂടിയെന്ന കുറിപ്പും ഇതിനൊപ്പം തന്നെ നൽകിയിട്ടുണ്ട്. ഇന്നലെ മാത്രം സംസ്ഥാനത്ത് വിവിധ ഇനം പനികൾ ബാധിച്ച് ചികിത്സ തേടിയത് 28,961 പേരാണ്. ഇതിൽ ഡെങ്കി സംശയിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടത് 795 പേരാണ്. ഇതിൽ 138 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. എലിപ്പനി ബാധിച്ച് ഇന്നലെ ചികിത്സ തേടിയെത്തിയത് സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലായി 12 പേരാണ്. തുടങ്ങിയ വിശദാംശങ്ങളും മനോരമ നൽകും. മാതൃഭൂമി ആണ് മേശപ്പുറത്ത്. നമുക്ക് പ്രധാന ശീർഷകങ്ങൾ നോക്കാം. 1-ാം പേജിൽ നിന്ന് ക്വാറികൾക്ക് ഇളവ്. പൂട്ടിപ്പോയ 2000-ലധികം ക്വാറികൾക്ക് തുറന്ന് പ്രവർത്തിക്കാൻ അവസരമൊരുക്കിക്കൊണ്ട് കേരള മൈനർ മിനറൽ കൺസഷൻ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്താൻ ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരിക്കുന്നു. ഇതിൽ പ്രധാന നിർദ്ദേശം എന്ന് പറയുന്നത് പൊതുസ്ഥലങ്ങളിൽ നിന്ന് ഇത്തരം ക്വാറികളിലേക്കുള്ള ദൂരപരിധി, പൊതുസ്ഥലങ്ങളിൽ നിന്നും ജനവാസ കേന്ദ്രങ്ങളിൽ നിന്നുമുള്ള ദൂരപരിധി 100 മീറ്റർ എന്ന് കഴിഞ്ഞ സർക്കാർ നിശ്ചയിച്ചത് 50 മീറ്റർ ആക്കി കുറച്ചിരിക്കുന്നു. ഇതോടുകൂടിയാണ് കഴിഞ്ഞ സർക്കാരിൻ്റെ തീരുമാനം കാരണം പൂട്ടിപ്പോയ 2000-ലധികം ക്വാറികൾക്ക്, ചെറുകിട ക്വാറികൾക്ക് വീണ്ടും തുറന്ന് പ്രവർത്തിക്കാൻ അവസരം ഒരുങ്ങുന്നത്. എന്ന് മാത്രമല്ല, പാറ പൊട്ടിക്കാനുള്ള അനുമതിയുടെ കാലാവധി, ലൈസൻസിൻ്റെ കാലാവധി 3 വർഷത്തിൽ നിന്ന് 5 വർഷം ആയി ദീർഘിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണ് മാതൃഭൂമിയുടെ മുഖ്യ വാർത്ത. കർണന് ജയിൽ തന്നെ എന്നത്. വിവാദ ന്യായാധിപൻ ജസ്റ്റിസ് CS കർണന് ജയിൽ തന്നെ. കഴിഞ്ഞ ദിവസം ആണ് അദ്ദേഹത്തെ 1.5 മാസത്തെ ഒളിവ് ജീവിതത്തിന് ശേഷം കോയമ്പത്തൂരിൽ നിന്ന് കൊൽക്കത്ത പോലീസ് അറസ്റ്റ് ചെയ്ത് കൊൽക്കത്തയിലേക്ക് കൊണ്ടുപോയത്. കൊൽക്കത്ത പ്രസിഡൻസി ജയിലിൽ ആണ് അദ്ദേഹത്തെ പാർപ്പിച്ചിരിക്കുന്നത്. ഇന്നലെ ഉച്ചയോടുകൂടി പ്രത്യേക വിമാനത്തിൽ, എയർ ഇന്ത്യയുടെ പ്രത്യേക വിമാനത്തിലാണ് കോയമ്പത്തൂരിൽ നിന്ന് കർണനെ കൊൽക്കത്തയിൽ എത്തിച്ചത്. തുടർന്ന് തനിക്ക് ശാരീരിക അസ്വാസ്ഥ്യം, നെഞ്ചുവേദന അനുഭവപ്പെടുന്നുവെന്ന് കർണൻ പരാതിപ്പെട്ടതിനെ തുടർന്ന് വൈകുന്നേരത്തോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും കാര്യമായ അസുഖങ്ങളില്ല എന്ന് ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തിയതിനെ തുടർന്ന് രാത്രിയോടെ ജയിലിലേക്ക് തന്നെ തിരികെ കൊണ്ടുവന്നു. അതിനിടയിൽ സുപ്രീം കോടതിയുടെ ശിക്ഷാവിധി മരവിപ്പിച്ച് തനിക്ക് ഇടക്കാല ജാമ്യം അനുവദിക്കണമെന്ന കർണൻ്റെ അപേക്ഷ സുപ്രീം കോടതി പരിഗണിച്ചില്ല. ഈ അപേക്ഷ നൽകേണ്ടത് ഈ ശിക്ഷ വിധിച്ച 7-അംഗ ഭരണഘടനാ ബെഞ്ചിന് മുൻപിൽ തന്നെയാണ് എന്ന് പറഞ്ഞാണ് സുപ്രീം കോടതി കർണൻ്റെ ജാമ്യാപേക്ഷ നിരസിച്ചത്. പ്രധാനമന്ത്രിക്ക് ഭീഷണിയെന്ന് മുന്നറിയിപ്പുണ്ടായിരുന്നു എന്ന് മുഖ്യമന്ത്രി. ഇത് പൊതുവയ്പ് പ്രക്ഷോഭത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചില വിവാദങ്ങൾ ഉണ്ടായിരുന്നു. DGP TP സെൻകുമാർ അദ്ദേഹം മാധ്യമങ്ങളോട് കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയത് പ്രധാനമന്ത്രി കൊച്ചിയിൽ വരുന്ന ദിവസം ആയിരുന്നത് കൊണ്ട് ആണ് ഈ ഹൈക്കോടതി പരിസരത്ത് പൊതുവയ്പ് പ്രക്ഷോഭത്തിന് എത്തിയ സമരക്കാരെ തടയേണ്ടി വന്നത്, പോലീസ് നടപടി വേണ്ടി വന്നത്. അത് സ്ഥിരീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഈ അറിയിപ്പ്. പ്രധാനമന്ത്രിക്ക് സുരക്ഷാ ഭീഷണി ഉണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച് പ്രധാനമന്ത്രി എത്തുന്നതിന് തലേന്ന് ആണ് ഇന്റലിജൻസ് ഏജൻസികൾ ഈ വിവരം സർക്കാരിന് കൈമാറിയത്, ആഭ്യന്തര വകുപ്പിന് കൈമാറിയത്. ഇക്കാര്യം രഹസ്യം ആക്കി വെച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഇത് പ്രധാനമന്ത്രിക്ക് സുരക്ഷ ഒരുക്കുന്നതിൻ്റെ ഭാഗമായാണ് അവിടെ വഴിതടഞ്ഞ സമരക്കാരെ നേരിടേണ്ടി വന്നത് എന്ന് മുഖ്യമന്ത്രി. ഇനി നമുക്ക് ഇന്നത്തെ ചില പ്രധാനപ്പെട്ട വാണിജ്യ വാർത്തകൾ കൂടി നോക്കാം. റിലയൻസ് സഹകരണം അനിശ്ചിതത്വത്തിൽ. പൊതുവയ്പ് LPG ടെർമിനൽ സമരം കാരണം ഉള്ള വാർത്തയാണ്. റിലയൻസ് അതായത് പൊതുവയ്പിലെ LPG ടെർമിനൽ സമരം, അതിന് സംബന്ധിച്ചുള്ള വിവാദങ്ങളൊക്കെ പത്രങ്ങളിൽ നിറയുമ്പോൾ കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിൻ്റെ കാര്യത്തിലും ട്രസ്റ്റിന് എങ്ങനെ ഇത് ആശങ്ക വരുത്തുന്നു എന്ന് ചോദിച്ചാൽ, ഈ നിർദ്ദിഷ്ട LPG സംഭരണ പ്ലാന്റ് പ്രാബല്യത്തിൽ വരുമ്പോൾ, അത് പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജം ആകുമ്പോൾ അതിൽ 161 ദിവസം മാത്രമാണ് ഇത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ IOC യുടെ അധീനതയിൽ ഉണ്ടാവുക. ബാക്കി ഉള്ള 204 ദിവസം ഇത് കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിൻ്റെ
അധികാര പരിധിയിലാണ്, അവരുടെ കൈവശം ആണ്. ഇത് കടലിൽ വെച്ച് കപ്പലുകൾക്ക് ഇന്ധനം നിറയ്ക്കുന്നതിനുള്ള ബങ്കറിംഗ് സംവിധാനത്തിന് ആണ് ഈ പറയുന്ന LPG ടെർമിനൽ കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് ഉപയോഗിക്കുക. ഇത് സംബന്ധിച്ച് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നേരത്തെ റിലയൻസ് പെട്രോകെമിക്കൽസുമായി നേരത്തെ കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് ചില ചർച്ചകൾ നടത്തിയിരുന്നു. അന്ന് റിലയൻസ് ഇതിൽ വലിയ താല്പര്യം കാണിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ പുതുവൈപ്പ് ടെർമിനലിൻ്റെ പേരിൽ വലിയ തോതിലുള്ള ജനകീയ പ്രക്ഷോഭം നടക്കുമ്പോൾ റിലയൻസിന് ഇതിൽ താല്പര്യം കുറയുന്നു. അക്കാര്യം കൊണ്ട് തന്നെ കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് ഇത് സംബന്ധിച്ച ആശങ്കയിലാണ് എന്ന് കേരള കൗമുദിയുടെ വാണിജ്യ റിപ്പോർട്ട്. ഇനി മനോരമയുടെ സാമ്പത്തികം പേജിൽ നിക്ഷേപകരുടെ അതൃപ്തി, യൂബർ മേധാവി രാജിവെച്ചു. ആഗോള ഓൺലൈൻ ടാക്സി ശൃംഖല ആയ യൂബറിൻ്റെ മേധാവി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ട്രവിസ് കലനിക് ആണ് രാജിവെച്ചിരിക്കുന്നത്. നിക്ഷേപകരുടെ അതൃപ്തി കാരണം, നിക്ഷേപകരുടെ സമ്മർദ്ദം കാരണമാണ് യൂബർ മേധാവി സ്ഥാനത്ത് നിന്ന് ഈ കലനിക്കിൻ്റെ രാജി. എല്ലാ ദിനപത്രങ്ങളും വാണിജ്യ പേജിൽ ഈ വാർത്ത പ്രാധാന്യത്തോടെ തന്നെ നൽകിയിട്ടുണ്ട്. ഇദ്ദേഹം 2009 ട്രവിസ് കലനിക്കിൻ്റെ ബുദ്ധിയിൽ ഉദിച്ച ഒരു ആശയമാണ് ഈ ഓൺലൈൻ ടാക്സി സംവിധാനം. മൊബൈൽ ആപ്പ് വഴി ടാക്സി ഡ്രൈവർമാരെയും യാത്രക്കാരെയും ബന്ധിപ്പിച്ച് വലിയ ലോകമെമ്പാടും സഞ്ചാര മേഖലയിൽ വലിയ വിപ്ലവത്തിന് വഴിയൊരുക്കിയ സംവിധാനമാണ് യൂബർ ടാക്സി എന്ന് നമുക്കറിയാം. തിരിച്ചടിയായത് ആരോപണങ്ങൾ. ട്രവിസ് കലനിക് അതേസമയം ഡയറക്ടർ ബോർഡ് അംഗമായി ഇദ്ദേഹം തുടരും. അതിൻ്റെ എല്ലാ വിശദാംശങ്ങളും നൽകിയിട്ടുണ്ട്. ഇനി ട്രവിസിൻ്റെ സമ്പാദ്യം കൂടി നമുക്ക് നോക്കാം. 40,320 കോടി ആണ് യൂബർ മേധാവി സ്ഥാനത്തുനിന്ന് രാജിവെക്കുന്ന ട്രവിസ് കലനിക്കിൻ്റെ സമ്പാദ്യം. അമേരിക്കൻ കോടീശ്വരന്മാരിൽ 190-ാം സ്ഥാനം ഉണ്ട് കലനിക്കിന് തുടങ്ങിയ വിശദാംശങ്ങളും മനോരമയുടെ ഈ റിപ്പോർട്ട് നൽകുന്നു. ഇനി മാതൃഭൂമിയുടെ ഇന്നത്തെ വാണിജ്യം പേജ് നോക്കാം. മാതൃഭൂമി വാണിജ്യം പേജിൽ പ്രധാനമായും ടാറ്റയിൽ നിന്ന് ടാറ്റയിലേക്ക് എന്ന ശീർഷകത്തിൽ ഇത് കടക്കണിയിൽ മുങ്ങിയ എയർ ഇന്ത്യയെ ടാറ്റ ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നിറയുന്നതിനിടയിൽ ആണ് മാതൃഭൂമിയുടെ ഈ റിപ്പോർട്ട്. ടാറ്റയിൽ നിന്ന് ടാറ്റയിലേക്ക് എന്ന് പറയാൻ കാര്യം, ഇന്ത്യയിൽ ആദ്യമായി ഒരു വിമാന കമ്പനി ആരംഭിച്ചത് ടാറ്റ ആണ്. ടാറ്റ എയർലൈൻസ് എന്ന പേരിൽ 1932 ടാറ്റയുടെ സ്ഥാപകനായ JRD ടാറ്റ ആണ് ടാറ്റ എയർലൈൻസ് സ്ഥാപിച്ചത്. പിന്നീട് ആണ് ഇത് കേന്ദ്ര സർക്കാർ നിർബന്ധപൂർവ്വം ദേശസാൽക്കരിക്കുകയും പേര് എയർ ഇന്ത്യ എന്നാക്കി മാറ്റുകയും ചെയ്തത്. ഇപ്പോൾ എയർ ഇന്ത്യയെ ടാറ്റ ഏറ്റെടുക്കുമ്പോൾ സ്വാഭാവികമായും പഴയ ഉടമസ്ഥരിലേക്ക് കമ്പനി തിരികെ എത്തുന്നു. ഇത് പൂർണ്ണമായ തോതിൽ സ്വകാര്യവൽക്കരിക്കാൻ ആണ്, ഈ എയർ ഇന്ത്യയെ സ്വകാര്യവൽക്കരിക്കാനാണ് കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം എങ്കിൽ ഇതിൽ സിംഗപ്പൂർ എയർലൈൻസിൻ്റെ പങ്കാളിത്തം കൂടി എയർ ഇന്ത്യ കാക്ഷിക്കും. 51% ഓഹരികൾ എയർ ഇന്ത്യ കൈവശം വയ്ക്കുകയും ബാക്കി 49% ഓഹരികൾ സിംഗപ്പൂർ എയർലൈൻസിന് കൈമാറുകയുമായിരിക്കുകയും ചെയ്യുക. നിലവിൽ വിസ്താര എന്ന പേരിൽ ഇന്ത്യയിൽ ഈ 2 കമ്പനികളും ചേർന്ന് സർവീസ് നടത്തുന്നുണ്ട് തുടങ്ങിയ വിശദാംശങ്ങൾ മാതൃഭൂമിയുടെ റിപ്പോർട്ട് നൽകുന്നു. നിലവിൽ 55,000 കോടി രൂപയുടെ കടക്കണിയിലാണിപ്പോൾ എയർ ഇന്ത്യ. ഈ സാഹചര്യത്തിലാണ് എയർ ഇന്ത്യയെ പൂർണ്ണമായും സ്വകാര്യവൽക്കരിക്കാനുള്ള കേന്ദ്ര നീക്കം. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട 1-2 മുഖപ്രസംഗ വിഷയങ്ങൾ നോക്കാം. മഴയുടെ ഒളിച്ചുകളി കാണാതിരിക്കരുത് എന്ന ശീർഷകത്തിൽ കാലവർഷം ജൂൺ ആദ്യ ദിവസങ്ങളിൽ പെയ്ത് മടങ്ങി. അപ്പോഴേക്കും പകർച്ചവ്യാധികൾ എത്ര വ്യാപകമായി എന്ന് നമുക്കറിയാം. മഴക്കാലപൂർവ്വ ശുചീകരണത്തിൽ വന്ന പാകപ്പിഴകളും താളപ്പിഴകളും ആണ് ഇപ്പോഴത്തെ പകർച്ചവ്യാധി വ്യാപനത്തിന് കാരണം. ഇപ്പോൾ 2 ദിവസത്തിനുള്ളിൽ മഴ വീണ്ടും ശക്തി പ്രാപിക്കും എന്ന് കാലാവസ്ഥ മുന്നറിയിപ്പ് ഉണ്ട്. ഇനി അങ്ങോട്ട് കൂടുതൽ നമ്മൾ ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു. കൂടുതൽ പകർച്ചവ്യാധികൾക്കുള്ള സാധ്യതയുണ്ട് എന്ന് മാത്രമല്ല, കഴിഞ്ഞ വേനൽ ഏറ്റവും കടുത്ത വരൾച്ച ആണ് കേരളത്തിന് സമ്മാനിച്ചത് എന്ന് നമുക്കറിയാം. ഇനി പെയ്യുന്ന മഴയെങ്കിലും പിന്നീടുള്ള ഒരു വർഷത്തേക്ക് സംഭരിച്ചു വെക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ ആരായണമെന്ന് കേരള കൗമുദിയുടെ ഇന്നത്തെ മുഖപ്രസംഗം. നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട കളിക്കളം വാർത്ത കൂടി നോക്കാം. ഇനി ആര് എന്ന ശീർഷകത്തിൽ നമുക്കറിയാം, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ മുഖ്യ പരിശീലക സ്ഥാനത്ത് നിന്ന് അനിൽ കുംബ്ലെ രാജിവെച്ച് ഒഴിഞ്ഞിരിക്കുന്നു. വിരാട് കോഹ്ലിയുമായുള്ള പടലപ്പിണക്കത്തെ തുടർന്ന് അടുത്ത ചോദ്യം ഈ പരിശീലക സ്ഥാനത്തേക്ക് ആര് എന്നുള്ളതാണ്. ഇത് വീരേന്ദർ സെവാഗും രവിശാസ്ത്രിയും മുതൽ ടോം മൂഡി തുടങ്ങി ഇതിലേക്കുള്ള സാധ്യതാ പട്ടിക മാത്രമല്ല, ഇവരുടെ സാധ്യതകൾക്ക് എത്രത്തോളം ആഴം ഉണ്ട് എന്ന് പരിശോധിക്കുക കൂടി ചെയ്യുകയാണ് ഇന്നത്തെ ഈ കളിക്കളം പേജിൽ. മറ്റൊന്ന്, വിരാട് ചാട്ടയോ വെറും ചട്ടുകമോ എന്ന ശീർഷകത്തിൽ അൻസാർ എസ് രാജിൻ്റെ ഒരു ശ്രദ്ധേയ റിപ്പോർട്ടുമുണ്ട്. BCCIയുടെ ചട്ടുകം, അവിടെയുള്ള ചിലരുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങി ആണോ വിരാട് കോഹ്ലി കുംബ്ലെയോട് പുലർത്തിയ സമീപനത്തിന് പിന്നിൽ ചിലരുടെ താല്പര്യങ്ങൾ വ്യക്തി താല്പര്യങ്ങൾ ആണോ? ഇത് പരിശോധിക്കുകയാണ് അൻസാർ എസ് രാജിൻ്റെ ഈ കുറിപ്പ്. ഇന്നത്തെ
ന്യൂസ് ടാക്ക് പ്രസന്റഡ് ബൈ ദുബായ് ഗോൾഡ് ഇവിടെ പൂർണ്ണമാകുന്നു. ശുഭവർത്തമാനങ്ങൾ മാത്രം പിറക്കട്ടെ ഈ നല്ല ദിവസം എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തേക്ക് പിരിയാം. നാളെ കാണാം പുതിയ വാർത്തകളുമായി. വീണ്ടും രാവിലെ 8:30 ന്യൂസ് ടാക്ക് പ്രസന്റഡ് ബൈ ദുബായ് ഗോൾഡിൽ. നമസ്കാരം.